ഹായ് പാർട്ട്നേഴ്സ്, നമ്മുടെ ഓഫീസിൻ്റെ വാടക, സ്റ്റാഫിൻ്റെ ശമ്പളം, ഇലക്ട്രിസിറ്റി ബില്ല് ഇതെല്ലാം നമ്മുടെ ടാക്സ് അഥവാ ഇൻകം ടാക്സ് കുറയ്ക്കാൻ സഹായിക്കുമെന്നറിയാമോ? ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 12 നികുതിയിൽ നിന്ന് കുറയ്ക്കാവുന്ന ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എന്തെല്ലാമാണെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഏർണിംഗ് ടാക്സബിൾ ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന സ്ഥിരമായതും അത്യാവശ്യമായതുമായ എല്ലാ ചെലവുകളും നമുക്ക് ഇൻകം ടാക്സ് ബേസിൽ നിന്ന് കുറക്കാം. എന്താണ് ഈ സ്ഥിരമായതും അത്യാവശ്യമായതും അല്ലെങ്കിൽ റെഗുലർ ആൻഡ് നെസസറി? റെഗുലർ എന്നാൽ നമ്മുടെ ബിസിനസ് ചെയ്യാൻ സാധാരണയായി വേണ്ടി വരുന്ന ചെലവുകളാണ്. നെസസറി എന്നാൽ ആ വരുമാനം ഉണ്ടാക്കാൻ അത്യാവശ്യമായതും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ചെലവുകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഓഫീസിന്റെ വാടക, ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, ഓഫീസിലെ വെള്ളം, ഇലക്ട്രിസിറ്റി ബില്ലുകള്, ബിസിനസ് ആവശ്യത്തിനുള്ള യാത്രകള്, മാർക്കറ്റിംഗ് ചെലവുകള്, ഇതെല്ലാം നമ്മുടെ വരുമാനം ഉണ്ടാക്കുന്നതിന് അത്യാവശ്യമായ ചെലവുകളാണ്. ഈ ചെലവുകള് ആ സാമ്പത്തിക വർഷം നമ്മൾ ഒന്നുകിൽ അടച്ചതോ അല്ലെങ്കിൽ അക്രൂഡ് ആയതോ ആയിരിക്കണം. അതായത് നമ്മുടെ അക്കൗണ്ടിംഗ് രീതി അനുസരിച്ച് ആ വർഷം സംഭവിച്ച ചെലവുകളായിരിക്കണം. എന്നാൽ ഈ ജനറൽ റൂളിന് 2 വലിയ എക്സംഷനുകളുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ സ്വഭാവമുള്ള ചെലവുകൾ. ഉദാഹരണത്തിന് നമ്മൾ ഒരു പുതിയ കെട്ടിടം വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു വലിയ മെഷീൻ വാങ്ങുന്നത്, ഇത് ഒറ്റയടിക്ക് ചെലവായി കുറയ്ക്കാൻ പറ്റില്ല. പകരം ഇതിന് ഡിപ്രീസിയേഷൻ എന്ന മറ്റൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അത് പിന്നീട് പറയും. 2, നിയമം നോൺ ഡിഡക്റ്റബിൾ അഥവാ കുറയ്ക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 13 പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില ചെലവുകൾ. എന്തൊക്കെയാണ് ആ ലിസ്റ്റിലുള്ളത്? അടുത്ത വീഡിയോയിൽ നമുക്ക് അത് വിശദമായി തന്നെ നോക്കാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്രേറ്റ്.